മോളുടെ സ്കൂളിൽ ന്യൂസ് പേപ്പർ ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഹാൻഡ് ബാഗാണ് കേട്ടോ അത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, മോൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. കാണാൻ ഭംഗിയുണ്ടെങ്കിൽ ഒരു മിഠായി പോലും വെക്കാൻ പറ്റില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞപ്പോഴാണ് തോന്നിയത് ശരിയാണ് ഹാൻഡ് ബാഗ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ, കാരണം അത് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. എന്നാൽ പിന്നെ മിഠായിയൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലൊരു ഹാൻഡ് ബാഗ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടത്. അങ്ങനെ തപ്പിയിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയൊരു വീഡിയോ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. കാണാൻ ഇത്തിരി സിമ്പിളാണെങ്കിലും ഉണ്ടാക്കാൻ ഇത്തിരി കഷ്ടപ്പാടുണ്ട് കേട്ടോ. എന്നാലും വേണ്ടില്ല, അവളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. ന്യൂസ് പേപ്പർ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കളർ പേപ്പറൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കളർ പേപ്പറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ന്യൂസ് പേപ്പർ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞേക്കണത്. അങ്ങനെ ഒരു 1.5 മണിക്കൂറിന് ശേഷം ബാഗിൻ്റെ പണി ഏകദേശം പകുതി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ഉണ്ടാക്കുമ്പോൾ മറ്റേ മാലപ്പടക്കത്തിൻ്റെ ഒരു ഓർമ്മയൊക്കെ വന്നത്, ഇങ്ങനെ ചുരുട്ടി എടുക്കുന്നത് കണ്ടപ്പം. നല്ല ടൈറ്റായിട്ട് മടക്കിയെടുക്കണം കേട്ടോ. അതുകൂടാണ്ട് പശ നല്ലോണം തേച്ച് കൊടുക്കണം. ഈ റോള് ലൂസായിട്ട് വന്നു കഴിഞ്ഞാൽ ബാഗിൻ്റെ സൈഡ് ഭാഗം കറക്റ്റായിട്ട് നിൽക്കില്ല. അങ്ങനെ അവളുടെ ആഗ്രഹം പോലെ 1-2 മിഠായി വെക്കാൻ പാകത്തിനുള്ള വലുപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. മുട്ടുസൂചി കുത്തി വെക്കുന്നില്ല, അപ്പോൾ തുറക്കടക്കമൊക്കെ ചെയ്യാം. പിന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പിടുത്തം പോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് വശം നമുക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കാം, ഒരു ഹാൻഡ് ബാഗിൻ്റെ ലുക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി അത് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ 1ാമത്തെ ബാഗാണോ 2ാമത്തെ ബാഗാണോ ഇഷ്ടപ്പെട്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ.